നവകേരള സർവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. എന്തുണ്ടായത്? വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതി. അപ്പം KSU നേതൃത്വം കൊടുത്ത ഹർജിയിലാണ് ഇന്ന് രാവിലെയാണ് ആ വിധി ഉണ്ടായത്. ഞാൻ വിധി കണ്ടില്ല, പക്ഷെ പഠിച്ചില്ല. പഠിക്കാതെ പറയാൻ പാടില്ലല്ലോ, പഠിക്കട്ടെ. രാഷ്ട്രീയ ക്യാമ്പയിന് വേണ്ടി സർവേ പാടില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഞാൻ കണ്ടില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ മുൻ CPI നേതാവും CPI പ്രവർത്തകനൊക്കെയാണ് ജയൻ ചേർത്തല ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്നതിനെ കുറിച്ചൊരു ചർച്ചയുണ്ടാകും. അപ്പം കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ചയൊക്കെ വിസ്മയം നടക്കുന്നു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ജയന് കാലങ്ങളായിട്ട് ബന്ധമില്ല പാർട്ടിയോട്, കാലങ്ങളായിട്ട്. പണ്ട് ബന്ധം ഉണ്ടായിരുന്നു. ജയൻ ആദ്യം NCP പറ്റുമായിരുന്നു, അറിയാമോ? NYC-യുടെ അതിൻ്റെ നേതാവായിരുന്നു. പിന്നെ കുറച്ചു കാലം അദ്ദേഹം പാർട്ടിക്കകത്തുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് പാർട്ടിക്കകത്ത് ബന്ധമില്ല. എനിക്കറിയില്ല. വിസ്മയത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ ആഗ്രഹം ആ വിസ്മയം കുറ്റ്യാടി മോഡലാകാതിരിക്കട്ടെ എന്നാണ്. അവിടെ വിസ്മയം കണ്ടു. ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് വിളിക്കുള്ള ഒരു മുന്നണിയുടെ വലിയ പരിപാടിക്കകത്ത് വിസ്മയം കണ്ടു. നേതാക്കന്മാർ തമ്മിലടിച്ചു, കഴുത്തിൽ പിടിച്ചതും നമ്മൾ കണ്ടതാണ്. ഞാൻ കേട്ടത് ഒരു നേതാവ് താഴെ വീണു എന്നാണ്, തളരപ്പെട്ടിട്ട്. ആ വിസ്മയങ്ങളൊക്കെ നല്ലതല്ല. വിസ്മയത്തെ പറ്റിയുള്ള ഒരുപാട് സ്വപ്നം കണ്ടിട്ട് കുറ്റ്യാടിയിലെ വിസ്മയം പോലെ വിസ്മയം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് UDF വീണ്ടും പരിഹാസ്യമാക്കാൻ സഹായിക്കൂ. ആ വഴിക്ക് പോകാതിരിക്കട്ടെ. വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ LDF-ന് ജാഥ കഴിഞ്ഞു. LDF മുന്നണിയാണ്, അനവധി പാർട്ടികൾ ഉള്ള മുന്നണിയാണ് LDF. ഞങ്ങൾ നടത്തിയത് 3 ജാഥയാണ്. വടക്കൻ മേഖല, മധ്യമേഖല, ദക്ഷിണ മേഖല. എന്തുകൊണ്ടാണ്? ഞങ്ങൾ തീരുമാനിച്ചു, ഒരു മുന്നണിക്കകത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ക്യാമ്പയിനാകുമ്പോൾ ഒരു പാർട്ടി നയിച്ചാൽ പോരാ, എല്ലാ പാർട്ടികൾക്കും പ്രാധാന്യം വേണം. അതുകൊണ്ട് ഞങ്ങൾ വൈവിധ്യമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തു. വൈവിധ്യമല്ലത്, വൈരുദ്ധ്യമല്ല, വൈവിധ്യം. കാരണം അതാണ് മുന്നണി, ഒരു പാർട്ടിയല്ല മുന്നണി. ഒരു ജാഥ നടത്തിയത് നയിച്ചത് CPIM ആണ്, സെക്രട്ടറിയാണ്. പിന്നെ നയിച്ചത് CPI സെക്രട്ടറിയാണ്. 3-ാം ജാഥ നയിച്ചത് കേരള കോൺഗ്രസിൻ്റെ ചെയർമാനാണ്. അതാണ് മുന്നണി, അതാണ് മുന്നണി. കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്ത് എല്ലാം നയിക്കുന്നത് ഒറ്റ പാർട്ടിയാണ്, ഒരേ ഒരു പാർട്ടി. ആ പാർട്ടിക്കകത്താണെങ്കിൽ നേതാക്കന്മാരുടെ വലിയ പടയുണ്ടെങ്കിലും അവർ തമ്മിൽ തല്ലി എപ്പോഴും ബഹളം വയ്ക്കുമെങ്കിലും അവസാനം എല്ലാം ഒറ്റ ആളിലാണ്. അതല്ല മുന്നണി. ഞാൻ പിന്നെയും നോക്കി, ഞങ്ങളുടെ ജാഥകളിലൊക്കെ നേതാക്കന്മാരായിട്ട് അതിനകത്ത് സ്ത്രീകളുണ്ടായിരുന്നു. സ്ത്രീകൾ. ഞാൻ UDF-ൻ്റെ ജാഥ നോക്കി, ഒറ്റ സ്ത്രീ അവിടെ എവിടെയുമില്ല. ഒരു സ്ത്രീയെപ്പോലും കണ്ടില്ല. അതിൻ്റെ വലിയ ഹോർഡിങ്സ് ഞാൻ കണ്ടു, വലിയ പോസ്റ്റേഴ്സ് കണ്ടു. ഞാൻ സാഹൂതം നോക്കി, എവിടെയെങ്കിലും അറിയാതെ ഒരു പെൺ തലമുണ്ടോ എന്ന്. ഇല്ലേ ഇല്ല. ഇത്രയധികം ദേഷ്യമുണ്ടോ UDF-ന് സ്ത്രീകളോട്? ഒരു സ്ത്രീയെ അടുപ്പിക്കാത്ത, സ്ത്രീ വന്നാൽ അതെന്തോ ഒരു ദോഷമായി കാണുന്ന രാഷ്ട്രീയമാണ് UDF രാഷ്ട്രീയം. അങ്ങനെയുള്ള ചില വിസ്മയമെല്ലാം കാണുകയാണ്. അതും വേണമെങ്കിൽ പറയാം വിസ്മയമാണ്. ജനങ്ങളിൽ വലിയ പങ്കുള്ള സ്ത്രീകൾ, സമൂഹത്തിൻ്റെ വലിയ പങ്കുള്ള സ്ത്രീകൾ, ആ സ്ത്രീകളെ അടുപ്പിക്കാത്ത ജാഥയാണ് UDF ജാഥ. അതാണ് വിസ്മയമെങ്കിൽ ആ വിസ്മയം വേണ്ട. ഞങ്ങൾക്ക് വിസ്മയത്തെ താല്പര്യമില്ല. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും SFI പ്രവർത്തകരും തമ്മിലൊരു സംഘർഷം, അതിൻ്റെ ദൃശ്യങ്ങൾ വലിയ വൈറലായിരുന്നു. അതൊരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരുണ്ടായ സംഘർഷം എന്ന തരത്തിലേക്കൊക്കെയാണ് ഒരു ചർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ അതൊരു പൊതുബോധത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന തരത്തിലേക്ക് ചർച്ചയൊക്കെ ഉയർന്നു. വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ പോട്ടെ, പൊതുബോധമാക്കണ്ട. അതൊരു SFI നടത്തിയ പരിപാടിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു. ആ മർദ്ദിച്ചത് SFI-ക്കാർ മറ്റൊരു സ്ഥലത്ത് വെച്ച് ചോദ്യം ചെയ്തു. അത് വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ചെറിയ കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് പോട്ടെ, അത് വലുതാക്കണ്ട. തെരഞ്ഞെടുപ്പ് ഇല്ല.